ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പോളിസി ബസാർ അങ്ങനത്തെ ഒരു സൈറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഏജൻറ്റ്സ് ഉണ്ട് ലോക്കലായിട്ട് എടുക്കണമെങ്കിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോളിസി ബസാറിലെങ്കിൽ ഞാൻ കയറി എന്ന് വിചാരിക്കുക, അതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏജും ലൊക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്ലാൻസ് കിട്ടും. ഓക്കെ, നമുക്ക് മന്ത്ലി പ്രീമിയം, ആനുവലി പ്രീമിയം ഒക്കെ അടയ്ക്കാനുള്ള പ്ലാൻസ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഫാമിലി ഫ്ലോട്ടർ എടുത്തേക്കുന്നത്, കാരണം 2 പേരും കൂടി ഒരു സിംഗിൾ പോളിസിയിൽ കവറേജാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉണ്ട്. ഓക്കെ, അത് ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. 3 months 99.99%, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. ഇതിനകത്ത് നമുക്ക് എല്ലാ ഇൻഷുറൻസിൻ്റെയും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കാണിക്കുന്നുണ്ട്. ഓക്കെ, 23-24 കാണിക്കുന്ന പെയ്ഡ് ഇൻ ലെസ് ദാൻ 3 months ഡ്യൂറിങ് 23-24. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എപ്പോഴും റെക്കമെൻഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90 above ആണ്. മിനിമം 90 above, 95 above ആണെങ്കിൽ അത്രയും ബെസ്റ്റാണ്. ഓക്കെ, അങ്ങനത്തെ ഇൻഷുറൻസിൽ മാത്രം നിങ്ങൾ സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ പ്ലാൻസ് കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വ്യൂ ഓൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. വ്യൂ ഓൾ ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അതിനകത്ത് കണ്ടോ കവറേജ് തന്നെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫാമിലി ഫ്ലോട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാരെ ക്ലബ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലി തന്നെ ഇപ്പോൾ അച്ഛൻ, അമ്മ, 2 കുട്ടികൾ ഇവരൊക്കെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ പോളിസിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് പോളിസി ഡോക്യുമെൻ്റ് ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ ഡോക്യുമെൻ്റ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതേപോലെ നമുക്ക് പല കവറേജ് ഉണ്ട്. 5 lakhs 10 lakhs അങ്ങനെ പറഞ്ഞിട്ട് കവറേജ് സ്ലാബ്സ് ഉണ്ട്. മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് ആണ്. ഓക്കെ, നമുക്ക് ആനുവൽ പേ ചെയ്യുന്ന എമൗണ്ട് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടി ഇൻഡിവിജ്വൽ ആണ്. മൾട്ടി ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ പ്ലസ് ഒരാൾ, അതായത് 2 പേർക്ക്. ഇപ്പം ഇതിനകത്ത് ഫാമിലി ഫ്ലോട്ടറിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 lakhs കവറേജ് എടുക്കുവാണെങ്കിൽ ഈ എല്ലാ മെമ്പറിനും കൂടി ആയിരിക്കും ഈ 10 lakhs കവറേജ് വരുന്നത്. അതേസമയം മൾട്ടി ഇൻഡിവിജ്വലിന് നമ്മൾ 2 പേര് അല്ലെങ്കിൽ 3 പേര് എടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 10 lakhs വെച്ച് കിട്ടും. അപ്പോൾ ടോട്ടൽ 30 ലക്ഷം കവറേജ് വരും. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ടോട്ടൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് 10 lakhs വരെ ലിമിറ്റ് ഉള്ളൂ. 10 lakhs എടുക്കുകയാണെങ്കിൽ 5 lakhs സം ഇൻഷുർ എടുക്കുകയാണെങ്കിൽ 5 lakhs ലിമിറ്റേ ഉള്ളൂ. അത് നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കിട്ടും. പക്ഷേ നമുക്ക് ടോട്ടൽ കവറേജ് അത്രേ ഉള്ളൂ. അതേസമയം മൾട്ടി ഇൻഡിവിജ്വൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്ക്, ഇതിപ്പോൾ ശരിക്കും മൾട്ടി ഇൻഡിവിജ്വൽ എന്ന് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് പോളിസി എടുക്കണ പോലെയാണ് ഒരാൾക്ക്. 3 പേരുണ്ട്, സം ഇൻഷുർ 10 lakh ആയിട്ട് എടുക്കണമെങ്കിൽ 3 × 10 ടോട്ടൽ 30 lakhs വരും. 3 പേരും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വൽ കവറേജ് കിട്ടുകയും ചെയ്യും. കവറേജ് കൂടുതൽ വേണമെങ്കിൽ മൾട്ടി ഇൻഡിവിജ്വലിലേക്ക് പോവുക. അതേസമയം നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് കുറവ് വേണം, റിന്യൂവലിൻ്റെ എമൗണ്ട് കുറവ് വേണം. പക്ഷേ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ കവർ ചെയ്യണം. ഇപ്പോൾ 2 അച്ഛനമ്മ 2 കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഫാമിലി ഫ്ലോട്ടറാണ്. ഫാമിലി ഫ്ലോട്ടർ ആകുമ്പോൾ നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അതേസമയം ഇതിനകത്താണെങ്കിൽ മൾട്ടി ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് കവറേജ് കൂടുതൽ കിട്ടും, പക്ഷേ എമൗണ്ട് അതനുസരിച്ച് കൂടുതലായിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നിങ്ങൾക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഈ ഇൻഷുറൻസുകളിൽ നിന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റൂം റെൻറ്റ് ലിമിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് റൂം റെൻറ്റിനുള്ള ക്യാപ്പിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മിക്ക ഇൻഷുറൻസിനും ഇപ്പോൾ വരുന്ന സിംഗിൾ പ്രൈവറ്റ് റൂം, അതായത് സിംഗിൾ AC പ്രൈവറ്റ് റൂമാണ് നമുക്ക് വരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇത്ര എമൗണ്ട് വരെ നമുക്ക് റൂം അവൈൽ ചെയ്യാൻ പറ്റും. അതിന് എബോവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിംഗിൾ പ്രൈവറ്റ് റൂം അവൈലബിൾ അല്ല എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് ശേഷം വരുന്ന റൂംസ്, സ്യൂട്ട്, ഡീലക്സ് റൂംസ്, ഇതൊക്കെ AC റൂംസാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന റൂംസിന് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് റൂം AC ബില്ല് വരെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ 1000 rupees ഡെയിലി വരുന്നതെങ്കിൽ
സ്യൂട്ട് റൂം ഏകദേശം ഒരു 2000 റുപ്പീസ് ആണെങ്കിൽ 1000 റുപ്പീസ് വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഡിഫറൻസ് അതായത് 1000 റുപ്പീസ്, ഈ 1000 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. അത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ നമുക്ക് കിട്ടില്ല, കാരണം റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഉള്ള കാരണം. ഓക്കെ, ഇനി അപ്പോൾ റൂം റെൻറ്റ് ക്യാപ്പിംഗ് ഇല്ലാത്ത ഇൻഷുറൻസ് പോളിസി എടുക്കുമായിരിക്കും നല്ലത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് വേരിയേഷൻ വരും. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ ഓഫ് കവർ നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സം ഇൻഷ്യൂർഡ് എമൗണ്ട് 10 lakhs ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സം ഇൻഷ്യൂർഡ് എമൗണ്ട് നമ്മുടെ ബേസ് പോളിസിയുടെ 10 lakhs ആണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ, നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് കവർ എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ 10 lakhs നമ്മൾ ഒരു അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിട്ട് 2 lakhs നമുക്ക് ഡിഡക്റ്റായി. അപ്പോൾ ബാലൻസ് എന്താ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്? 8 lakhs ആണ്. പെർ ആനമാണ് പറയണത്, പെർ ഇയർ ആണ് പറയണത്. ഈ 8 lakhs നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഈ 8 lakhs നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇൽനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിം ഇയർ ക്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലെയിമിൽ നമുക്ക് 8 lakhs അല്ലെങ്കിൽ 10 lakhs ആയി. അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലെയിമിൽ തന്നെ നമുക്ക് ഈ സം ഇൻഷുർഡ് കവേർഡായി, അതായത് 10 lakhs അല്ലെങ്കിൽ 11 lakhs വന്നു. അപ്പോൾ 10 lakhs വരെ നമുക്ക് കവറേജ് ഉള്ളൂ, 1 lakh നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോയി. ഇനി നിങ്ങൾ നെക്സ്റ്റ് ക്ലെയിം എടുക്കുമ്പോൾ സെയിം ഇയറിലാണ് കേട്ടോ പറയുന്നത്, സെയിം ഇയറിൽ നിങ്ങൾക്ക് ഈ 10 lakhs റീസ്റ്റോർഡ് ആയിരിക്കും. ഓക്കെ, ബേസിക് സം ഇൻഷുർഡ് റീസ്റ്റോർഡ് ആയിരിക്കും. അതാണ് ഈ രജിസ്ട്രേഷൻ ഓഫ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ട് വേണം ചേരാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇൻഷുറൻസ് കമ്പനീസിന് ചിലത് ഇപ്പോൾ വരുന്ന മിക്ക ഇൻഷുറൻസ് കമ്പനീസിന് രജിസ്ട്രേഷൻ ഓഫ് ദ കവർ അപ് ടു സം ഇൻഷുർഡ് ആണ്, അതും മൾട്ടിപ്പിൾ ടൈംസ് ആണ്. ഓക്കെ, അതായത് എത്ര പ്രാവശ്യം ആണെങ്കിലും നമുക്ക് ആ 10 lakhs റീസ്റ്റോർഡ് ആയി കിട്ടും, പ്രൊവൈഡഡ് ആ 10 lakhs എക്സോസ്റ്റ് ആവുകയാണെങ്കിൽ. അപ്പോൾ 10 lakhs നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 10 lakhs നമുക്ക് ഓൺ ദ സ്പോട്ട് കിട്ടും. ഇനി ചില ഇൻഷുറൻസിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സം ഇൻഷുർഡ് അതിനും 10 lakhs ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 2 lakhs യൂട്ടിലൈസ് ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് എത്ര ഉണ്ട്? 8 lakhs നമുക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഈ 10 lakhs നിന്ന്, കാരണം നമ്മൾ 2 lakhs യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലെയിം സെയിം ഇയറിൽ തന്നെ വരുവാണെങ്കിൽ നമുക്ക് 10 lakhs തന്നെ റീസ്റ്റോർഡ് ആയിട്ട് കിട്ടും, ഈ 8 lakhs അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ടൈപ്പ് രജിസ്ട്രേഷൻ ഓഫ് കവറും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രജിസ്ട്രേഷൻ ഓഫ് കവറുള്ള ഇൻഷുറൻസ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ആണെങ്കിൽ, മറ്റേതാണെങ്കിൽ 10 lakhs കംപ്ലീറ്റ് എക്സോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 10 lakhs ലോഡ് ആവുള്ളൂ. അതിനേക്കാളും നല്ലത് ഈ സെക്കൻഡ് ഓപ്ഷനാണ്. ഇത് ഓപ്ഷൻ 1 ആണെങ്കിൽ ഇത് ഓപ്ഷൻ 2 ആണ്. ഈ ഓപ്ഷൻ 2 എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 lakhs 2 lakhs മാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 lakhs ഉണ്ടാവും ബാലൻസ്. പക്ഷേ നമ്മൾ അടുത്ത ക്ലെയിമിന് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് 10 lakhs നമ്മുടെ സം ഇൻഷുർഡ് ബേസ് ആയിട്ട് നമുക്ക് കിട്ടും ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഈ രജിസ്ട്രേഷൻ ഓഫ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുക്കം ഇൻഷുറൻസിന് മാത്രം ഈ മൾട്ടിപ്പിൾ ടൈംസ് രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരുന്ന മിക്ക ഇൻഷുറൻസിനും, ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നതിനും നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് കവർ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ഫോർ 1 year. എവറി ഇയർ നമ്മൾ പുതുക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 years 3 years ഒറ്റ സിംഗിൾ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോഴും എവറി 1 year ക്യാപ്പാണ് അവർ നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ റിന്യൂവൽ ബോണസ് ആണ്. റിന്യൂവൽ ബോണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവറി ഇയർ, അതായത് ഓരോ ഇയറിനും നമുക്ക് ക്ലെയിം ഇല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ബോണസ് നമ്മുടെ സം ഇൻഷുറിനൊപ്പം ആഡ് ആവും. അതായത് ഫോർ എക്സാമ്പിൾ സം ഇൻഷുർഡ് 10 lakhs ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് 1 ഇയറിന് ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, 1 ഇയറിന് ക്ലെയിം ഒന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമ്മൾ റിന്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 lakhs പ്ലസ് ബോണസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോട്ടൽ സം ഇൻഷുർഡ് നമുക്ക് 10 lakhs പ്ലസ് ബോണസ് ആയിരിക്കും. ഇതിനൊക്കെ ഒരു ക്യാപ്പിംഗ് ഉണ്ട്. ക്യാപ്പിംഗ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 50,000 ആയിരിക്കും എവറി ഇയർ നമുക്ക് ക്ലെയിം ഒന്നുമില്ലെങ്കിൽ ഉള്ള ബോണസ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ത് വരും? 10 lakhs പ്ലസ് 50,000 വരും. ഓക്കെ, ഇത് അപ് ടു ക്യാപ്പിംഗ് ഉണ്ടാവും കേട്ടോ, അപ്
ടു 100% ആയിരിക്കും ചിലപ്പോൾ. ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, അപ് ടു 100% ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 10 lakhs പ്ലസ് 50,000. അപ്പോൾ നമ്മുടെ റിന്യൂവൽ ആകുമ്പോഴത്തേക്കും 10.5 lakhs ആയിരിക്കും നമ്മുടെ സം ഇൻഷുർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 11 lakh ആവും. കാരണം എവറി ക്ലെയിം ഇല്ലാത്ത ഇയറിന് നമുക്ക് 50,000 വെച്ച് ആഡ് ചെയ്യും. ഓക്കെ, അപ് ടു 100%. അതായത് ഈ 10 lakhs 20 lakhs ആവണ വരെ ഈ അഡീഷൻ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, 20 lakhs കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. ഇനി വേറെ ഇൻഷുറൻസ് കമ്പനി എടുക്കുവാണെങ്കിൽ ഇപ്പോൾ പറയാവുന്ന 10 lakhs ആണ് സം ഇൻഷുർഡ്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 3x വരെ നമുക്ക് റിന്യൂവൽ ബോണസ് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ 10 lakhs ആണ്, ഒരു വർഷം നമുക്ക് ക്ലെയിം ഒന്നുമില്ലെങ്കിൽ നമുക്ക് 10 + 10 കിട്ടും. അതായത് ഈ 10 lakhs കൂടി നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ 10 + 10, അപ്പോൾ നമ്മുടെ സം ഇൻഷുർഡ് എത്രയായി? 20 lakhs ആയി. അപ്പോൾ 1 year റിന്യൂവലിന് തന്നെ നമുക്ക് 20 lakhs കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലും ക്ലെയിം ഒന്നുമില്ല എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് പറ്റും? 10 lakhs ബേസ് സം ഇൻഷുർഡ് പ്ലസ് 20 lakhs ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ സം ഇൻഷുർഡ് എന്തായി? 30 lakhs ആയി. ഓക്കെ, ഇതും ഉണ്ടാവും അപ് ടു, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് പറയുകയാണെങ്കിൽ 3x, അതായത് 10 lakhsൻ്റെ 30 lakhs വരെ ഇത് നമുക്ക് ക്യാരി ഫോർവേഡ് ആവും. അപ്പോൾ ഇതിപ്പോൾ 30 lakhs ആയി. ഇനിയും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ക്യാരി ഫോർവേഡ് ആവും. അപ്പോൾ 10 lakhs നമുക്ക് ബേസ് ഇൻഷുർഡ് പ്ലസ് 30 lakhs. അപ്പോൾ നമ്മൾ ടോട്ടൽ സം ഇൻഷുർഡ് എത്രയായി? 40 lakhs. ഈ എന്ത് റിന്യൂവൽ ബോണസ് കിട്ടിയാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ റിന്യൂവൽ ബോണസ് കംപ്ലീറ്റ് ഇപ്പോൾ 40 lakhs ആണെങ്കിൽ നമുക്ക് 4 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 lakhs ആണ് സം ഇൻഷുർഡ് ബോണസ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ എക്സോസ്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റീലോഡ് വരുന്ന 10 lakhs മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ബേസ് സം ഇൻഷുർഡ് ഇസ് 10 lakhs. മനസ്സിലായല്ലോ? കാരണം 40 lakhs നമുക്ക് റിന്യൂവൽ ബോണസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ സം ഇൻഷുർഡ് വരുന്നത്. പക്ഷേ നമുക്ക് ക്ലെയിം എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഈ 40 lakhs കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ റീസ്റ്റോറേഷൻ വരുന്നത് നമ്മുടെ ബേസ് സം ഇൻഷുർഡ് ആണ് 10 lakhs. ഓക്കെ, ഇതാണ് നമുക്ക് ആക്ച്വലി റിന്യൂവൽ ബോണസ് എന്ന് പറയുന്നത്. ഇത് പല ഇൻഷുറൻസിനും പല രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ ഇൻഷുറൻസ് കമ്പനിയിൽ എങ്ങനെയാണ് ഈ റിന്യൂവൽ ബോണസ് വർക്കൗട്ട് ചെയ്യണതെന്ന് നോക്കിയിട്ട് മാത്രം ആ ഇൻഷുറൻസ് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ആൻഡ് കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നെറ്റ്വർക്ക് ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്യാഷ്ലെസ് കിട്ടും. ഓക്കെ, ഇനി നെറ്റ്വർക്കിൽ അല്ലാത്തത് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റേ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ട് നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുള്ളൂ. അതേസമയം നെറ്റ്വർക്കിൽ അയക്കുന്ന ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നെറ്റ്വർക്കിൽ നമ്മൾ പോകാൻ സാധ്യതയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ റീഇംബേഴ്സ്മെൻറ്റ് സെക്ഷനിലേക്ക് പോകേണ്ടി വരും. അത് കുറച്ചും കൂടി TDS ആയിരിക്കും. എളുപ്പം നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടും. നമ്മുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോ പേയ്മെൻ്റ് ഉണ്ട്. കോ പേയ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് 100% എല്ലാത്തിനും ഇൻറ്റേർണൽ ലിമിറ്റ് ഉണ്ടാവും. എന്നാലും ഞാൻ പറയുന്നില്ല. അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിനൊക്കെ നമുക്ക് 100% ക്യാഷ്ലെസ് ആയിരിക്കും. അതേപോലെ ചില ഡിഫറൻസ് ഉള്ള എമൗണ്ടിന് മാത്രം നമുക്ക് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ബാക്കിയുള്ള കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി റീഇംബേഴ്സ്മെൻറ്റ് കേസും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി കോ പേയ്മെൻറ്റ് 0% ആയിരിക്കണ ഇൻഷുറൻസ് മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ചിലതിൽ കോ പേ 20% എന്ന് പറഞ്ഞ് കാണിക്കും. ഈ 20% എന്ന് പറഞ്ഞ് കാണിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20% എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ 20% നമ്മളാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഈ 20% എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ കസ്റ്റമർ പേ ചെയ്യണം. ബാക്കി 80% മാത്രമേ ഈ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. 20% എപ്പോൾ ഒരു ടോട്ടൽ ഇപ്പോൾ ഒരു എന്താ പറയുക 10 lakhsൻ്റെ ക്ലെയിം വന്നാലും 8 lakhs വരെ ഇൻഷുറൻസ് സപ്പോർട്ട് ചെയ്യും. ബാക്കി 2 lakhs നമ്മൾ പേ ചെയ്യണം. അതാണ് 20%. അതേസമയം കോ പേയ്മെൻറ്റ് 0% ആണെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് ഇൻഷുറൻസ് തരും. ഇൻഷുറൻസ് തരുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഡയറക്റ്റ് ഇൻഷുറൻസ് തരും. മറ്റേതാണെങ്കിൽ നമുക്ക് 80% നമ്മളും 20%
അല്ല 20% നമ്മൾ 80% നമുക്ക് ഇൻഷുറൻസ് തരുള്ളൂ. ഈ 20% തന്നെ 30%, 40% ഒക്കെ സ്ലാബ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കുറയും, നമുക്ക് റിന്യൂവൽ എമൗണ്ട് കുറയും, നമ്മൾ ഇയർലി അടയ്ക്കണ എമൗണ്ട് കുറയും. അപ്പോൾ എപ്പോഴും റെക്കമെൻഡഡ് കോപേയ്മെൻറ്റ് 0% ആയിരിക്കുന്ന ഇൻഷുറൻസ് മാത്രം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമബിൾസ് കവറാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും കൺസ്യൂമബിൾസ് കവേർഡ് ആയിരിക്കുന്ന ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് മിക്ക സ്ഥലത്തും ചിലപ്പോൾ ആഡ് ഓൺസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ നോർമൽ ഇൻഷുറൻസ് സം ഇൻഷ്യൂർഡ് ഇപ്പോൾ 10 lakhs എത്ര എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ഓൺസ് എടുക്കാൻ പറ്റും. ഈ ആഡ് ഓൺസ് എടുക്കുന്നതിൻ്റെ ഒന്നാണ് കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമബിൾ കവർ. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂസ് ചെയ്യുന്ന ഗ്ലൗസ്, സിറിഞ്ച്, അങ്ങനത്തെ കുറേ ചെറിയ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ കുറവാണ്. പക്ഷേ നമ്മൾ എന്ത് പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ആവില്ല. ഇപ്പം നമുക്കൊരു 7 days അല്ലെങ്കിൽ 10 days അല്ലെങ്കിൽ 15 days അങ്ങനെയൊക്കെ ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കൂടി ആഡ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ബൾക്ക് എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത എമൗണ്ട് വരും. കാരണം ഓരോന്നിനും ചെറിയ എമൗണ്ടേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അഡീഷൻസ് വരുമ്പോഴത്തേക്കുമാണ് വലിയൊരു എമൗണ്ട് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്നും കൺസ്യൂമർ കവറേജ് ഉള്ള ഇൻഷുറൻസ് കുറവാണ്. മിക്കതും ആഡ് ഓൺ ആയിട്ട് എടുക്കേണ്ടി വരും. ഇനി അഥവാ കൺസ്യൂമേഴ്സ് കവറുള്ള ഇൻഷുറൻസിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ കൺസ്യൂമർ കവർ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തിട്ട് വേണം ഇൻഷുറൻസ് എടുക്കാൻ. ഇല്ലെങ്കിൽ അത് ആഡ് ഓൺസ് ആണെങ്കിലും എപ്പോഴും റെക്കമെൻഡഡ് അതും കൂടി നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ തരും. ഇല്ലെങ്കിൽ ഈ കൺസ്യൂമബിൾസിനൊക്കെ അവർ എമൗണ്ട് കട്ട് ചെയ്യും. അത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതാണ് ഈ കൺസ്യൂമബിൾസ് കവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇൻഷുറൻസിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് എക്സിസ്റ്റിംഗ് ഇൽനെസ് കവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് വരുന്ന 3 years ആണ്. ഓക്കെ, അതിന് എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ഡയബറ്റീസ്, തൈറോയിഡ്, BP അതൊക്കെയാണ് നോർമലി എക്സിസ്റ്റിംഗ് ഇൽനെസ് കവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുതിയൊരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 years ഈ ഐറ്റത്തിനൊക്കെ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഇനി ഇത് day 1 മുതൽ കവർ ചെയ്യണമെങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനീസിൽ ആഡ് ഓൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് ഇൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ഓൺ വെച്ചിട്ട് കവർ ചെയ്യണ ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 to 3 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. ഓക്കെ, 3 years ആണ് യൂഷ്വലി വരുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 30 days പീരീഡ് ഉണ്ടാവും. ഈ 30 days വരെ നമുക്ക് 30 days 31st day ഓൺവേർഡ്സ് നമുക്ക് കവറേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആക്സിഡൻ്റ് ആണെങ്കിൽ നമുക്ക് day 1 മുതൽ കവറേജ് കിട്ടും. അതല്ലാത്ത രീതിയിൽ നമുക്കൊരു 30 days വിൻഡോ ഉണ്ടാവും. പിന്നെ നമുക്ക് സ്പെസിഫിക് ഇൽനെസ് കവറുണ്ട്. അതായത് സ്ലോ ഗ്രോയിങ് ഡിസീസാണ്. എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നീ റീപ്ലേസ്മെൻറ്റ്, ഹെർണിയ, കാറ്ററാക്ട്, ഇതേപോലെ സ്പെസിഫിക് ഇൽനെസ് ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് 24 months ആണ് നമുക്ക് അതിൻ്റെ ഡിലേ വരുന്നത്. അതായത് 24 months കഴിഞ്ഞിട്ടേ നമുക്ക് ഈ സ്പെസിഫിക് ഇൽനെസ് കവേർഡ് ആവുള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ് ഇൻഷുറൻസിൽ. ഇപ്പം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഇൽനെസ് കവർ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് ചില ഇൻഷുറൻസ് കമ്പനീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ പ്രീമിയം കുറച്ചും കൂടി ഹൈ ആയിരിക്കും. എന്നുണ്ടെങ്കിലും ആ ആഡ് ഓൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് day 1 കവറേജ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ എക്സിസ്റ്റിംഗ് ഇൽനെസ് കവർ ഉണ്ടല്ലോ, ഇത് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലാണ് ഈ വെയിറ്റിംഗ് പീരീഡ് ആപ്ലിക്കബിൾ. നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് തന്നെ വേറെ ഇൻഷുറൻസിലേക്ക് പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ റോയൽ സുന്ദരത്തിൻ്റെ ഇൻഷുറൻസ് ആണ്. ഞാനിപ്പോൾ എനിക്ക് വേറൊരു ഇൻഷുറൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഷിഫ്റ്റ് ചെയ്യാവുന്ന കുറേ റീസൺസ് ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ നമുക്ക് കവറേജ് കൂട്ടാനാവാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് ഓൺസ് കൂട്ടാനാവാം. അങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ മൊബൈൽ നമ്പറൊക്കെ മാറണ പോലെ തന്നെ ഇൻഷുറൻസ് മാറ്റാനുള്ള പ്രൊവിഷനുണ്ട്. അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും റെക്കമെൻഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിന്യൂവൽ ഡേറ്റിൽ നിന്ന് 30 days എങ്കിലും ബിഫോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും റെക്കമെൻഡഡ്. കാരണം എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് തന്നെ നമുക്ക് റിന്യൂ ചെയ്യാം. എക്സിസ്റ്റിംഗ് ഇൻഷുറൻസിൽ നിന്ന് നമ്മൾ പുതിയ ഇൻഷുറൻസിലേക്ക് പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് 3 years ഓർ എബോവ് അല്ലെങ്കിൽ 5 years 6 years ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഇൽനെസ് കവറിന് 3 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല.
ഓക്കെ, കാരണം ഓൾറെഡി നിങ്ങൾ 3 ഇയേഴ്സ് മിനിമം മറ്റേ പോളിസിയിൽ, പഴയ പോളിസിയിൽ നിങ്ങളുടെ റണ്ണിങ് ആയതുകൊണ്ട് ആ വെയിറ്റിംഗ് പീരീഡ് അതിനകത്ത് സോൾവ് ആയി. പക്ഷേ മിക്ക ഇൻഷുറൻസുകാരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ, ഇപ്പം ഞാൻ പറഞ്ഞു റോയൽ സുന്ദരമാണ്, എൻ്റെ പഴയ പോളിസി റോയൽ സുന്ദരമായിരുന്നു. റോയൽ സുന്ദരത്തിന് എനിക്കിപ്പോൾ 5 lakhs കവറേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ 5 lakhs ആണ് എൻ്റെ ബേസിക് സം ഇൻഷുർഡ്. അപ്പോൾ പുതിയ പോളിസി നിങ്ങൾ എടുക്കുന്ന 10 lakhs ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ പോർട്ട് ചെയ്തെടുക്കുന്ന പോളിസി 10 lakhs ആണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ എക്സിസ്റ്റിംഗ് ഇൽനെസ് ഉള്ള കവർ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ പഴയ പോളിസി, അതായത് ഇപ്പോൾ എൻ്റെ റോയൽ സുന്ദരമാണെങ്കിൽ മിനിമം 3 years എങ്കിലും കവറേജ് ഉണ്ടായിരിക്കണം. 3 വർഷത്തിലെങ്കിലും നമ്മൾ റിന്യൂവൽ ചെയ്ത് കാണാം. ഓക്കെ, 3 to 4 years എങ്കിലും നമ്മൾ ഈ റോയൽ സുന്ദരത്തിന് റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഇൽനെസ് കവറിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ആ 3 years വരെ നമ്മുടെ പ്രീവിയസ് ഇൻഷുറൻസിൻ്റെ സം ഇൻഷ്യൂർഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 10 lakhs ആണ് സം ഇൻഷ്യൂർഡ് നമ്മുടെ പുതിയ പോളിസിയിലെങ്കിലും, നമ്മൾ പോർട്ട് ചെയ്ത് പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പുതിയ കമ്പനിയുടെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രീവിയസ് പോളിസിയിൽ എത്രയാണോ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത നമുക്ക് സം ഇൻഷ്യൂർഡ്, അതേ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് ഇൽനെസ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 3 years ഗ്യാപ്പ് വരെ കേട്ടോ. അതാണ് നമുക്ക് പോർട്ടിങ്ങിലുള്ള ഒരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ വേറെ ഇൻഷുറൻസിലേക്ക് പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, പുതിയ ഇൻഷുറൻസ് മേടിക്കാതെ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വെയിറ്റിംഗ് പീരീഡോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല, പ്രൊവൈഡഡ് നിങ്ങളുടെ പഴയ ഇൻഷുറൻസ് 3 to 4 years എങ്കിലും റണ്ണിങ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് പ്ലാൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ എന്തൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് മേടിക്കുമ്പോഴും വാങ്ങുമ്പോഴും നോക്കണ്ടേന്നുള്ളൊരു ഡീറ്റെയിലും കൂടി മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.